ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ പ്രിൻസസ് കട്ട് ടോപ്പിൻ്റെ പാർട്ട് 2 സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് സിബ് അറ്റാച്ച് ചെയ്യുന്നതും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ലുക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെന്നെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ബാക്ക് പാർട്ട് കറക്റ്റ് രണ്ടായിട്ട് തന്നെ പിടിച്ച് മടക്കി ഇട്ടേക്കുവാണ്. മടക്കി ഇട്ടിട്ട് നമുക്ക് ഈ സെൻറ്റർ ഒന്ന് ഇതുപോലെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ല, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചെറിയൊരു സിബ്ബാട്ടോ കൊടുക്കുന്നത്, നമ്മുടെ വലിയ സിബ്ബല്ല, ചെറുത്. ഇതുപോലെ ബ്ലാക്ക് സിബ്ബാണ് ഞാൻ വയ്ക്കുന്നത്. കണ്ടില്ല, ഇതാണ് സിബിൻ്റെ ലെങ്ത്ത് വരുന്നത്, ഇത്രയാണ്. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്, നമ്മുടെ സിബിൻ്റെ ലെങ്ത്ത് ഒരു 7.5 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു 3 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൂട്ടി ഞാൻ ഒരു 10.5 ഇഞ്ചിലാണ് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ക്ലോത്തിൻ്റെ വീതി ഒരു 3 ഇഞ്ചാണ് ഞാൻ വീതി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 3 സൈഡ് ഒരു 4 ഇഞ്ച് വെച്ച് ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 10.5 ഇഞ്ചിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4 ഇഞ്ച് വെച്ച് ഞാൻ മടക്കി അടിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചിൽ മടക്കി അടിക്കാം കേട്ടോ. 2 സൈഡും പിന്നെ ഒരു താഴത്തെ പോർഷനും കൂടി ഞാനത് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരു മിഡ് പോയിന്റ് കാണണം കേട്ടോ. അതായത് ഒരു സെൻറ്റർ കണ്ട് നമുക്കൊന്ന് നമ്മളെ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് നമുക്ക് തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റോങ് സൈഡിലാണ് അത് മാർക്ക് ചെയ്തെടുക്കുന്നത്. കാരണം നല്ല വശവും നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ, സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ഇതുപോലെ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ബാക്ക് പാർട്ടിൽ നമ്മൾ അടയാളം ചെയ്ത ഒരു സെൻറ്ററില്ലേ, ചോക്ക് വെച്ചിട്ട് അതിൻ്റെ അവിടെ തന്നെ ചേർത്ത് വയ്ക്കുക കേട്ടോ. ഇതേ ക്ലോത്തിൻ്റെ സെൻറ്ററും അതേ ലെവലിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ വയ്ക്കുമ്പോൾ മുകളിലോട്ട് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ വിടണം കേട്ടോ. നമ്മൾ ബാക്ക് നെക്കിനെ കാട്ടി ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് വിട്ട് വേണം നമ്മൾ വയ്ക്കാനായിട്ട്. എന്നിട്ട് ഇതേ കറക്റ്റ് ഇതുപോലെ തന്നെ സെൻറ്ററിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് മൊട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വയ്ക്കാം കേട്ടോ. വച്ച ശേഷം നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ്റെ അപ്പുറം ഇപ്പുറം 4 ഇഞ്ച് വെച്ചുകൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ആ 4 ഇഞ്ചിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം സിബിൻ്റെ ലെങ്ത് 7.5 നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ സിബിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് ബാക്കി അത്രയും പോർഷനാണ് നമുക്ക് വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ലെങ്ത്ത് നോക്കുമ്പോൾ 7.5 തന്നെ കറക്റ്റാണ്, 7.5 തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 7 ഇഞ്ച് 7.5 ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 7 ഇഞ്ച് മാത്രം മതി കേട്ടോ. നമുക്കിത് സിബ് അതിൻ്റെ സ്റ്റിച്ച് ഓപ്പൺ വരുന്നത് 7 ഇഞ്ച് വരെ മതി. അപ്പോൾ അതേ ഇതുപോലെ ഒരു 7 ഇഞ്ചിൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഈ ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് ആ ഒരു 7 ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊരു വി ഷേപ്പ് പോലെ ആക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു വി ഷേപ്പിൻ്റെ അവിടേക്ക് വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തി ആ ഒരു വി പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ പതിയെ നമ്മൾ കുത്തി നിർത്തി സാവകാശം നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, നമ്മൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്യാനൊക്കെ. എല്ലാവരുടെയും വിചാരം ഭയങ്കര പാടാണെന്ന് ചിലരൊക്കെ വിചാരിക്കും, പക്ഷേ വളരെ ഈസിയാണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് വലിയ ഈസി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വി ഷേപ്പിൻ്റെ അവിടേക്ക് ഒന്ന് 2 കട്ടും കൂടെ ആ ഒരു കോണിൻ്റെ അവിടെ ഷേപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ നോച്ചസ് എല്ലായിടത്തും ചെറുതായിട്ടൊന്ന് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ കട്ടിങ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈനിൽ കൊള്ളരുത് കേട്ടോ, കൊള്ളാണ്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതേ നമ്മളൊരു 1.5 ഇഞ്ച് മുകളിൽ അഡീഷണൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെ ഇതുപോലെ അകത്തോട്ട് മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് മടക്കിയിട്ട് ആ ഒരു കറക്റ്റ് എഡ്ജിൽ കൂടി തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് എഡ്ജിൽ കൂടി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നീറ്റ്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തുടക്കക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഈ ക്ലോത്തും നമ്മുടെ സിബും കൂടെ ഒന്നിച്ച് തന്നെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ആ ഒരു സിബിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഇങ്ങനെ അകത്തോട്ട് നമ്മൾ ആ ഒരു മടക്കി വയ്ക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. മടക്കി വെച്ച് സിബ് കുറച്ചൊന്ന് അകത്ത് നിർത്തുക കേട്ടോ. അകത്ത് നിർത്തി നമ്മുടെ ക്ലോത്ത് സിബിന് കുറച്ച് പുറത്തോട്ട് നിർത്തി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അതാകുമ്പോഴത്തേക്ക് സിബ് അകത്ത് നിൽക്കും, സിബ് അധികം പുറത്തോട്ട് കാണാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു വി ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് സിബും നമ്മൾ ഈ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് തന്നെ പിടിച്ച് അവിടെ നിന്ന് വളരെ അകലം കാണരുത്, അകലാത്ത രീതിയിൽ നല്ലതുപോലെ പിടിച്ചു വെച്ച് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ദേ സിബ് അധികം കാണുന്നില്ല, സിബ് അകത്തോട്ട് തന്നെ നിൽക്കുകയാണ്. കണ്ടില്ലേ, ക്ലോത്താണ് മുകളിലോട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ സ്ലീവും കൂടി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് ഞാൻ പറഞ്ഞ ചെറിയൊരു പഫ് വരുന്ന സ്ലീവാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കട്ടിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഒരു 3 ഇഞ്ചാണ് ഞാൻ പഫിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3 ഇഞ്ചിൽ തന്നെ നമുക്കൊന്ന് ചെറിയ പ്ലീറ്റ് ഇട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഏത് സൈഡിലോട്ടാണോ നമ്മൾ പ്ലീറ്റ് ഇടുന്നത് ആ ഒരു സൈഡിലോട്ട് തന്നെ നമ്മൾ ലാസ്റ്റ് വരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് എടുക്കുക. അപ്പോൾ ഒരു 3 ഇഞ്ചിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരെണ്ണം ഇടുന്നതായിരിക്കും കേട്ടോ, ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതേ നമ്മളിത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത ശേഷം നമുക്ക് മെയിൻ ക്ലോത്തായിട്ടൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ സ്ലീവ്. അപ്പം നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച ശേഷം നമ്മൾ ഒരു സൈഡിലോട്ട്, സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലോട്ട് നമ്മൾ ആദ്യം ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നീട് ഇതുപോലെ നമ്മൾ മറച്ചിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ഇപ്പുറത്തോട്ടുള്ള സൈഡും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് കറക്റ്റ് പിടിച്ച് വെച്ച് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലോട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ല. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ഒരേ കണക്ക് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങുവാണ്, അങ്ങ് ഏറ്റവും തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എത്താതെ വരും, അല്ലെങ്കിൽ ലെങ്ത് കൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം വരും. അതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ എപ്പോഴും. എന്നിട്ട് നമുക്കിത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് കൊടുത്തെടുക്കുക. ഇത് കണ്ട് ചെറിയൊരു പഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 സ്ലീവ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ 2 സ്ലീവും പ്ലീറ്റ് ഇട്ടെടുത്ത് 2 സ്ലീവും ഒരു കണക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ നമ്മൾ ലെങ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു 1.5 ഇഞ്ച്. അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേ മടക്കി അടിച്ചെടുത്ത ശേഷം നമ്മൾ സ്ലീവ് ഓപ്പൺ റൗണ്ടൊക്കെ കറക്റ്റ് കൊടുത്ത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കറക്റ്റ് പിടിച്ച് വെച്ച് ജോയിൻ ചെയ്യട്ടെ. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത ഒരളവുണ്ടല്ലോ, ആ ഒരു മെഷർമെൻറ്റ് തന്നെ നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ സ്ലീവ് ഓപ്പൺ റൗണ്ട് എത്രയാണോ അതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ പകുതിയാണ് നമ്മൾ കൊടുക്കുന്നത്. എത്രയാണോ ഓപ്പൺ റൗണ്ട് അതിൻ്റെ പകുതി കൊടുക്കുക. പക്ഷേ നമ്മൾ ബോഡി പാർട്ടിൽ 4ആയിട്ടാണ് കേട്ടോ. അത് നമ്മൾ ആ ഒരു അളവിൽ പറഞ്ഞിട്ടുള്ള അതേ അളവുകൾ തന്നെയാണ് ഇതിട്ട് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പിന്നും എടുത്ത് പറയാത്തത് കേട്ടോ. ഇതിൻ്റെ 2-3 പാർട്ട് വീഡിയോ ഇപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മെഷർമെൻറ്റ് തൊട്ടുള്ള ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെയിം മെഷർമെൻറ്റിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. 2-3 സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. 4 ഇഞ്ച് വിട്ടിട്ട് 2-3 സ്റ്റിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതേ ഇതുപോലെ സൈഡെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് താഴെ ഒന്ന് മടക്കി അടിച്ചുകൂടെ എടുക്കാം. ഞാനിവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് തന്നെയാണ് താഴെ ഭാഗവും ഞാൻ ഒന്ന് മടക്കി അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു തയ്യൽ തുമ്പ് കണ്ടില്ലേ, നമ്മൾ അതൊക്കെ കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി എടുക്കുക കേട്ടോ. മടക്കി അടിച്ചെടുക്കുക. ഇതുപോലെ പിടിച്ച് ഞാൻ എല്ലാം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫൈനലൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബായ്.